ബാലരാമപുരത്തെ 2.5 വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ അമ്മാവൻ അറസ്റ്റിൽ. അമ്മയുടെ സഹോദരൻ ഹരികുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതി ഹരികുമാറിനെ വൈദ്യപരിശോധനയ്ക്കായി നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ശേഷം പ്രതിയെ വീണ്ടും ബാലരാമപുരം സ്റ്റേഷനിലേക്ക് എത്തിക്കും. നാളെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുമെന്ന് ഡിവൈഎസ്പി പറഞ്ഞു. കസ്റ്റഡിയിലുള്ള ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ ഇന്ന് വിട്ടയക്കും. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, ഈ കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി എന്താണ് തുടർ നടപടിക്രമങ്ങൾ ഉള്ളത്? അതോടൊപ്പം തന്നെ ഈ അമ്മയ്ക്ക് പങ്കില്ല എന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ അല്ലേ? അനീഷ, ഈ പ്രതിയെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അല്പസമയം മുമ്പാണ് ഈ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത്. നമ്മൾ ആ ദൃശ്യങ്ങൾ തന്നെ കാണുന്നുണ്ട്. ആ പ്രതിക്ക് ഈ കുറ്റം ചെയ്തതിൻ്റെ യാതൊരുവിധ ഒരു സങ്കടമോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ ആളുകളെ കാണുമ്പോഴൊക്കെയുള്ള ആ ഒരു മുഖത്ത് എന്തൊരു വിഷമമുണ്ടെന്ന് വരുത്തി തീർക്കുന്നത് പോലെയുള്ള ആ ഒരു മുഖഭാവം മാത്രമാണുള്ളത്. താനൊരു കുറ്റം ചെയ്തൊരു കുറ്റവാളിയാണ് എന്നുള്ള ആ മുഖഭാവമൊന്നും ആ പ്രതിയുടെ മുഖത്ത് കാണാൻ കഴിയുന്നില്ല. എന്തായാലും ഇപ്പോൾ ആ കുട്ടിയുടെ 2.5 വയസ്സുകാരി ദേവേന്ദുവിൻ്റെ അമ്മാവൻ ഹരികുമാറിൻ്റെ അറസ്റ്റ് ബാലരാമപുരം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6 മണിയോട് കൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങൾ വൈദ്യപരിശോധന പൂർത്തിയാക്കുക എന്നുള്ളതാണ്. വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രതിയെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ഇവിടേക്ക് തന്നെ കൊണ്ടുവരും. നാളെ രാവിലെയോടുകൂടിയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഒന്നുകിൽ മജിസ്ട്രേറ്റിന് മുമ്പിലോ അല്ലെങ്കിൽ നേരിട്ട് കോടതിയിലോ ഹാജരാക്കാനുള്ള ആ ഒരു നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവേന്ദുവിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിൽ പ്രതി ഹരികുമാർ മാത്രമാണ്, മറ്റൊരാളില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ രാവിലെ തന്നെ ഈ ദേവേന്ദുവിൻ്റെ അമ്മ ശ്രീധു പറഞ്ഞതുപോലെ രാവിലെ 5:30 എഴുന്നേൽക്കുന്നു. അതിനുശേഷം ഈ കുട്ടിയെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ട് കിടത്തുന്നു. അതിനുശേഷം താൻ തിരികെ വന്നപ്പോൾ ഈ ശ്രീധുവിനെ അവിടുന്ന് കാണുന്നില്ല. പിന്നീടാണ് ഈ അപ്പുറം മറ്റൊരു അവിടുന്ന് രാവിലെ എഴുന്നേറ്റ് അച്ഛൻ്റെ കൂടെ കിടത്തിയതിനു ശേഷം അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നീട് ആ സമയത്താണ് ഈ ഹരികുമാർ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് കിണറ്റിലേക്ക് കൊണ്ട് ഇട്ടത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. പിന്നീട് ആ വീട്ടിൽ മറ്റ് പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തം മുറിയിൽ മണ്ണെണ്ണ ഒഴിച്ച് കട്ടിലിന് തീ പിടിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ബോധപൂർവം ഈ കുട്ടിയെ കൊണ്ട് കിണറ്റിലേക്ക് ജീവനോട് കൊണ്ടിട്ട് കൊലപ്പെടുത്തുകയാണ് ഹരികുമാർ ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന് പ്രധാനമായിട്ടുള്ള ഒരു മോട്ടീവ്, ഇതിന് കാരണമായി പറയുന്നത് ശ്രീധുവിനോട് ചില താല്പര്യങ്ങളും മറ്റ് ചില കാര്യങ്ങളുമൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. ഇത് നൽകാത്തതിലുള്ള വിരോധം അല്ലെങ്കിൽ അങ്ങനൊരു വൈരാഗ്യമാണ് കുട്ടിയെ കൊലപ്പെടുത്തിയതിലൂടെ ഹരികുമാർ ചെയ്തത് എന്നുള്ള നിഗമനത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നിലവിൽ ഈ കുറ്റം ചെയ്തത് ഹരികുമാർ ഒറ്റയ്ക്കാണ്, മറ്റ് തെളിവുകളൊന്നുമില്ല, മറ്റൊരാളില്ല എന്നുള്ള കാര്യത്തിലേക്കാണ് പോലീസ് എത്തിച്ചേർന്നുള്ളത്. പക്ഷേ അത് പൂർണ്ണമായിട്ട് പോലീസ് പറയുന്നതല്ല. ശ്രീധുവിനെ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. അവരിൽ നിന്ന് കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ പോലീസ് ചോദിച്ചറിയേണ്ടതായുണ്ട്. കുട്ടിയുടെ അച്ഛൻ ശ്രീജിത്തിനെയും അമ്മ ശ്രീകലയെയും വൈകിട്ട് 5:30 പോലീസ് വിട്ടയച്ചിരുന്നു. ദേവേന്ദുവിൻ്റെ സംസ്കാര ചടങ്ങിലടക്കം മുത്തശ്ശിയും അച്ഛനും പങ്കെടുത്തതാണ്. ശ്രീധുവും അമ്മാവൻ ഹരികുമാറുമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഹരികുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. നിങ്ങൾ ഒറ്റയ്ക്കാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ചോദിക്കുമ്പോഴൊന്നും ആ ചോദ്യത്തിനൊന്നും ഹരികുമാറിന് ഒരു തരത്തിലുമുള്ള ഒരു മറുപടിയില്ല. പൂർണ്ണമായിട്ടും മൗനം പാലിച്ചുകൊണ്ടാണ് ഈ പ്രതി പോലീസ് വാഹനത്തിൽ കയറി വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോയത്. എന്തായാലും ഇപ്പോഴും ശ്രീധു ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഒരുപക്ഷെ ശ്രീധുവിനെ വിശദമായിട്ട് ചോദ്യം ചെയ്തതിന് ശേഷം ഒരുപക്ഷെ രാത്രിയോടുകൂടി വിട്ടയക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ